ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ തൊട്ട് തലേന്ന് ദിവസത്തെ ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ തനിയെ നാട്ടിൽ പോകുന്ന സമയത്ത് ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ തനിയെ നാട്ടിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഫിഷ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ക്യാനിൽ മേടിക്കാൻ കിട്ടുന്ന ഫിഷാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അയല മേടിച്ചിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ ബോൺസൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ദശ മാത്രമായിട്ട് എടുത്ത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ക്യാനിലേതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മസാലയാണ് ഞാനിപ്പം എടുത്തത് കേട്ടോ. 3 ക്യാനുണ്ട്. അപ്പോൾ ആ ക്യാനിലെ മസാല എന്ന് പറയുന്നത് ഞാൻ സവോളയുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് ഞാനിപ്പോൾ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത്. അതിനുശേഷം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് പൊട്ടറ്റോ ആണ്. ഞാനൊരു 3 ചെറിയ പൊട്ടറ്റോ ഇതുപോലെ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർക്കണം. ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്നും വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുന്നത് ഫിഷ് ക്യാനിലെ ഫിഷില്ലേ, അതെല്ലാം അതിൻ്റെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് വെജിറ്റബിൾ ഓയിലിലുള്ള ഫിഷായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഓയിലെല്ലാം കളഞ്ഞതിന് ശേഷം കൈകൊണ്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ആ പൊട്ടറ്റോയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സ്വല്പം ഗരം മസാലയുടെ കുറവ് തോന്നി. ആ സമയത്ത് ഒന്ന് വായി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പോ മസാലപ്പൊടികളോ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം നമ്മളതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിനി അത് കട്ട്ലേറ്റിന് പിടിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട്ലേറ്റിന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ എനിക്കൊരു 18-19 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിപ്പത്തിലാണ് കട്ട്ലേറ്റ് പിടിച്ചേക്കുന്നത്, തീരെ അങ്ങ് ചെറുതാക്കിയല്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി കൂടെ ചെറുതാക്കുവാണെങ്കിൽ ഒരു 21-22 വരെ കട്ട്ലേറ്റ് കിട്ടും. അപ്പം എനിക്കിപ്പോൾ ഇത്രയും കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ഇതുപോലൊരു പാത്രത്തിൽ ബട്ടർ പേപ്പറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ്. ആവശ്യമുള്ളത് ഇപ്പോൾ ഒരു 5-6 ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലെ ബട്ടർ പേപ്പറിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ നമ്മളങ്ങ് വെച്ച് ഇത് ചെയ്താൽ മതി. അടച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് മുട്ടയിൽ മുക്കി പൊരിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ പോകുന്ന കാരണം പിള്ളേർക്കൊരു ഫുഡാവുമല്ലോ, അവർക്കൊരു എന്താ പറയുന്നത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വൈകിട്ട് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റും. അതിന് ഞാനതിങ്ങനെ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചാൽ ഒരു 2-3 ദിവസം നമുക്ക് ചൂടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. കോവയ്ക്ക ഇതുപോലെ അതിൻ്റെ എന്താ പറയുന്നത് തലയും വാലും ഇതുപോലെ കളയുക. അതിന് ശേഷം അതിതുപോലെ ഞാൻ നീളത്തിലാണ് അരിയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും അരിയാവുന്നതാണ്. ഞാനിതുപോലെ നീളത്തിൽ തന്നെയാണ് അത് ഫുള്ള് അരിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അത് മുഴുവൻ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കണം. അപ്പം ഞാനിതിങ്ങനെ കൈകൊണ്ട് ഇളക്കുമല്ല ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ആ പാത്രം എടുത്തിട്ട് നമുക്ക് എന്നാ പറയുന്നത് ഇങ്ങനൊന്ന് വെള്ളോട്ടൊന്നിങ്ങനെ കുടഞ്ഞാൽ മതി ഇതുപോലെ. അപ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിലോട്ടൊന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ചെറു തീയിൽ അവിടെ ഇരുന്നതൊന്ന് വെന്ത് കിട്ടും. വെന്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് നമ്മൾ മെഴുക്ക് പുരട്ടുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഇടാറില്ല. അപ്പം ഞാനിവിടെ പൊതുവേ കടുക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് സ്വല്പം വറ്റൽമുളക്, അപ്പം എരിവിന് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്വല്പം ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ ഒരു ഇത് വരുമ്പം പ്രത്യേക ഒരു രുചിയാണ്. അതുകൊണ്ടാണ് വറ്റൽമുളകും കുറച്ച് ഗരം മസാലയും ചേർക്കുന്നത്.
ഇനി അതെല്ലാം ഒന്ന് ആ എണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് മെഴുക്ക് വരട്ടണം. ആ സമയം കൊണ്ട് നമുക്കൊരു മോര് കാച്ചിയതും കൂടെ ഉണ്ടാക്കാം കേട്ടോ. മോര് കാച്ചുന്നത് സിമ്പിൾ മോര് കാച്ചുന്നത് കേട്ടോ, അല്ലാതെ തേങ്ങ അരച്ചോ അല്ല അതിനകത്ത് കഷ്ണങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സ്വല്പം ഓയിൽ, കടുക്, ഉലുവ എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ അതിലോട്ട് ചേർക്കുന്നതാണ് പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ എന്നാ പറയുക, ഒന്ന് വാടി വരണം. അതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരണം. അപ്പം ഞാൻ ഈ കറികളെല്ലാം ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടാവത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഈ കറികളൊക്കെ ഉണ്ടാക്കിയത്. മെഴുക്കുവരട്ടി കേടാവത്തില്ല. അതുപോലെ തന്നെ മോരുകറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കട്ട്ലേറ്റ് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ എടുത്ത് അതൊന്ന് നമുക്ക് മുട്ടയിൽ മുക്കി അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലോട് മുക്കി ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പം ഒരു കുറച്ച് ദിവസത്തേന് ഞാനൊന്ന് ചെയ്ത് വെക്കുന്നത് കേട്ടോ, അല്ലാതെ എനിക്കിപ്പോൾ 20 ദിവസത്തേനൊന്നും നമുക്ക് ചെയ്ത് വയ്ക്കാൻ ഒരിക്കലും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3-4 ദിവസം പോകുന്നെങ്കിൽ അത്രയും അവർക്കൊരു ഭാരം ഒഴിഞ്ഞ് മീൻസ് കിച്ചണിൽ അത്രയും പണിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് വന്ന് ഒരു അരി ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ആ ഒരു രീതിയിലാണ് ഇതൊക്കെ ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ വളിച്ചു പോകാത്ത രീതിയിലും വെക്കണമല്ലോ, ആ ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്നൊരു എമർജൻസിക്ക് പോവുകയാണെങ്കിൽ, കുറച്ച് ദിവസത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെക്കാൻ നോക്കുക കേട്ടോ. അപ്പം നിൽക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പം ഈ ഒരു രീതിയിൽ കറികളെല്ലാം ആക്കി വെച്ചാൽ അവർക്ക് പിന്നെ അരി മാത്രം ഇട്ടാൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡാവുമല്ലോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രെഡ് മേടിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു തൈര് കലക്കി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടെന്ന്, അതാണ് ഞാൻ ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു സ്വല്പം വെള്ളം കൂടെ അതിലോട്ട് ആഡ് ചെയ്യുവാണ് കേട്ടോ. ആ പാത്രം കഴുകിയ വെള്ളം കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ മോര് റെഡിയാവും. അതുപോലെ തന്നെ മീൻ വറുക്കാനുള്ളതൊക്കെ ഞാൻ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അടുക്കളയിലെ പണി ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്ന റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചാൽ പിന്നെ അവർക്ക് കുറേ പതിയെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റൂമിലെ ബെഡ്ഷീറ്റുകളും പില്ലോ കവറും എല്ലാം ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി എനിക്ക് നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു 2 വീക്സായിട്ട് മരുന്ന് എടുത്തുകൊണ്ടേയാണ് ഇരിക്കുന്നത്. പക്ഷേ എന്താ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എല്ലാം കൂടെ ആയിരിക്കും. അങ്ങോട്ടൊന്ന് പനി അതൊന്നും അങ്ങോട്ട് മാറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പനി, ചുമ, പിന്നെ കണ്ടിന്യൂ ചുമയുണ്ട്. അതെല്ലാം. ഇനി അതിന് ശേഷം ഇനി ഇത് ഫുള്ളൊന്ന് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. എല്ലാം ഒന്ന് തൂത്തുവാരി തുടയ്ക്കാനുണ്ട്. അപ്പം ഒരു റൂമിലേത് കഴിഞ്ഞു. ഇനി അടുത്ത റൂമിലെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഓൾറെഡി ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വന്നൊന്ന് അറേഞ്ച് ചെയ്തിട്ടതേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് പോയത്. അപ്പം കിച്ചണിൽ കണ്ടോ, ഞാൻ ഫുൾ ഇതുപോലെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് വേണം കാണാൻ വേണ്ടി. നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ഫോൺ വിളിക്കത്തില്ലേ, ആ പൊടി എവിടെ, ഈ പൊടി എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് പറ്റത്തില്ല എവിടെയാണെന്ന്. അതുകൊണ്ട് ഞാൻ നല്ല ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കുക്ക് ചെയ്യുന്നതിന് ഇച്ചിരി അറിയാവുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഈ ബോട്ടിൽ വഴി എല്ലാം ഞാൻ ഇതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്യാനുള്ള ബോട്ടിലൊക്കെ ഞാൻ ഫില്ല് ചെയ്യണം. അപ്പോൾ ചായപ്പൊടിയൊക്കെ തീരാറായായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വയ്ക്കുകയാണ്. അതൊക്കെ ഇരിക്കുന്ന സ്ഥലം നമുക്കല്ലേ അറിയാമെങ്കിൽ അവർക്ക് പോയി തപ്പി കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് ഞാൻ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ അരിയൊക്കെ ഞാൻ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു പണിയായിരുന്നു തലേ ദിവസത്തേന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ പണികളും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും ശരിക്കും ക്ഷീണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ കൂടെ പനിയും കൂടെ ഉള്ള കാരണമായിരിക്കും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് തുണികൾ മടക്കാനുണ്ട്. ഉണങ്ങിയതൊക്കെ രാവിലെ നമ്മൾ വാഷ് ചെയ്തിട്ടതൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. മടക്കി വെച്ചതിന് ശേഷം ഇനി അതെല്ലാം ഒന്ന് തൂത്തുവാരി ഒന്ന് തുടയ്ക്കണം. അപ്പോൾ ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് തൂത്തുവാരുന്നതാണ് കേട്ടോ. അപ്പം ഓൾറെഡി ഞാനൊന്ന് അതിന് മുന്നിലത്തെ വീക്കിൽ ക്ലീൻ ചെയ്ത കാരണം അത്ര പൊടി അങ്ങില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം ഈ കാർപ്പറ്റൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കണം. അപ്പോൾ കാർപ്പറ്റെല്ലാം നല്ല വെയിറ്റ് ഉണ്ട്. കാർപ്പറ്റൊക്കെ കുടഞ്ഞ് ഇനി അതെല്ലാം ഒന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിതുപോലെ നാട്ടിൽ പോകുമ്പോൾ
എല്ലാവരും കൂടെ പോകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. എല്ലാവരും കൂടെ പോകുമ്പോൾ നമ്മൾ ഫുള്ള് എല്ലാവരും അടച്ചിട്ടിട്ട് പോകില്ലേ. പക്ഷേ ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ നമ്മൾ പൊതുവേ അമ്മമാരാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇവരെങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും, എന്ത് ചെയ്യും, അങ്ങനെ. അതും സ്കൂളുള്ള സമയമായിരുന്നു. അപ്പം സ്കൂളുള്ള കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുന്നത്, സ്കൂളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊടുത്തു വിടും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞില്ലേ കുറേയൊക്കെ കുക്ക് ചെയ്യുന്ന കാരണം അത്ര അങ്ങ് ബുദ്ധിമുട്ടില്ല. നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലും അറിയാം. അപ്പം അത്രയ്ക്ക് അങ്ങ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പം ഞാൻ ഫുള്ള് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കറികളെല്ലാം പാത്രത്തിലൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടോ ഫ്രിഡ്ജെന്ന് പറയുന്നത് ചിക്കനും അതുപോലെ തന്നെ ബീഫും കട്ട്ലേറ്റും മീൻ വറുക്കാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊറോട്ട മേടിച്ച് വെച്ചിട്ടുണ്ട്, സോസേജ്, അതുപോലെ തന്നെ ഉണക്കമീനുള്ളത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം ഇനിവേ ഞാൻ പോയിട്ട് വരുന്നിടം വരെ അതെല്ലാം കാണും. മീൻസ് അവർക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അതെല്ലാം ഞാൻ മേടിച്ച് ഫ്രീസറിലൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ മുട്ട, കറികൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതെല്ലാം, അതുപോലെ തന്നെ പറയുന്ന വെജിറ്റബിൾസ് എല്ലാം വാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. മുളക് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുന്നത് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഞാനിവിടെ ഇപ്പം ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ഡ്രോയിൽ ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്ത് കാണാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം പെട്ടെന്ന് ഇപ്പം നൂഡിൽസൊക്കെ എടുക്കണമെങ്കിൽ ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെ കാണാവുന്ന രീതിയിൽ തന്നെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം വെച്ചേക്കുന്ന സ്ഥലങ്ങൾ. അത് കഴിഞ്ഞ് പിള്ളേരുടെ കബോർഡാണെങ്കിലും ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സോക്സൊക്കെ സ്കൂളിൽ പോകാൻ നേരം തപ്പി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനിതുപോലെ ഒരു കാർട്ടൂണിനകത്ത് ഇതുപോലെ കള്ളി ആക്കിയിട്ട് അതിനകത്ത് സോക്സ് എല്ലാം പേറാക്കി വെച്ച് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ചിതുപോലെ തന്നെ വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് രാവിലെ കടന്നിങ്ങനെ തപ്പണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇതുപോലെ എഴുതി ഒരു പേപ്പറിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്നതിന് മുന്നേ യൂണിഫോം ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ 6 o'clock ബസ് വരും. അപ്പോൾ 5 o'clock ഇരുന്ന് മിക്കവാറും എഴുന്നേറ്റിട്ട് പിന്നെ ഇരുന്ന് ഉറക്കാം. അപ്പം ഞാൻ പറഞ്ഞു അപ്പം തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് 2 പേർക്കും. മോന് കുഴപ്പമില്ല, അവന് ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ എപ്പോഴും ടവലിൻ്റെ കാര്യം മറന്നു പോകും. കുളിക്കാൻ പോകുമ്പോഴത്തേന് ടവൽ അവിടെ നിന്ന് വിളിച്ചു പോകും, ഇതുപോലെ ടവൽ കൊണ്ടുപോയോ എന്ന്. അപ്പം അതിന് പകരം ഞാൻ അവിടെയും ഡോറിൻ്റെ ഭാഗത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, പ്ലീസ് ടേക്ക് ടവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അത് അവർ മറന്നു പോകില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി ഒട്ടിച്ചേക്കുന്നത്. അപ്പം പിന്നെ ഞാൻ എഴുതി ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്, അവരിറങ്ങുന്നതിന് മുന്നേ ചെക്ക് ചെയ്യാനുള്ളതാണ് ID കാർഡ്, കീ. അവർ കീ കൊണ്ടുപോകാറുണ്ട്. അപ്പം ആ കീ കൊണ്ടുപോകാൻ വേണ്ടി കീ, മാസ്ക്, ടിഫിൻ ബോക്സ് 2 എണ്ണം ഉണ്ട്, വാട്ടർ ബോട്ടിൽ, ഷൂ കറക്റ്റ് കളറുള്ളത് ഇട്ടുകൊണ്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷൂ എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഷൂ മറന്നു പോകുന്നതുകൊണ്ടല്ല, കളറിനനുസരിച്ച് അത് ദിവസത്തെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഉള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കേണ്ട ലിസ്റ്റാണ്, ഞാനിത് എഴുതി വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളൊന്നും മറന്നു പോകത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ എഴുതിയൊക്കെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ പോയാലും നമുക്ക് അത്ര ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ പെട്ടിയെല്ലാം തലേന്ന് തന്നെ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലഗേജ് ഞാൻ കൂട്ടത്തിലല്ല കൊണ്ടുപോയത്, അത് ഓൾറെഡി എന്താ പറയുന്നത് നമ്മൾ നേരത്തെ കൊണ്ട് ചെക്കിങ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് ചെക്കിങ് ചെയ്തായിരുന്നു. അപ്പോൾ ലഗേജ് ഒന്നും എനിക്ക് കൊണ്ടുപോകാനില്ല, ഓൺലി ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അമ്മമാർ തനിയെ നാട്ടിൽ പോകുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്താൽ പിള്ളേർക്കത് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പം എന്താ പറയണേ, അപ്പം നമ്മൾ രാവിലെ ഇവിടെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കത്തില്ല, അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ നമ്മളിങ്ങനെ മറക്കാതെ ചോദിക്കും. അപ്പോൾ അതേ രീതിയിൽ ഞാൻ എല്ലാം ഇവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു, ബൈ.